അപ്പൊ ഇന്ന് നമുക്കൊരു ഈവനിങ് മിനി വ്ലോഗ് കണ്ടാലോ? അടുക്കള വാതിൽ തുറന്നപ്പോണ്ട് ഭൂമി ഫ്രണ്ട് വഴി പുറകിൽ വന്ന് നിൽക്കണു. പിന്നെ അവനെ കുറച്ചു നേരം എടുത്ത് പിടിച്ച് നിന്ന്. പിന്നെ ഞങ്ങള് വീട്ടില് 3 നേരം ചോറ് തന്നെയാണ് കഴിക്കുക. അപ്പൊ രാവിലെ വെച്ച ചോറ് ബാക്കിയുള്ളതുകൊണ്ട് അതിനെ തിളപ്പിച്ചുട്ടാൻ വേണ്ടി വെക്കുക. ഞാന് ചോറ് വെക്കലും കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കലൊക്കെ ഞങ്ങൾ ഈ അടുപ്പ് തന്നെയാണ് ചെയ്യാറ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഈ അടുപ്പ് കത്തിക്കാനും അതിൽ സാധനങ്ങൾ ഉണ്ടാക്കാനും വലിയ മടിയൊന്നുമില്ല. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈസിന്ന്. അടുപ്പിൽ വെക്കുന്ന ചട്ടികളാണെങ്കിലോ നല്ലപോലെ കരി പിടിക്കും. അപ്പൊ അത് ഞാൻ ചാരം കൊണ്ട് തന്നെ തേച്ച് കഴുകുക ചെയ്യാറ്. ആദ്യം ചാരം വെച്ച് തേച്ച് കഴുകും, അത് കഴിഞ്ഞ് സോപ്പ് വെച്ച് തേച്ച് കഴുകും. എനിക്ക് പിന്നെ കയ്യിൽ കരിയോ നഖം പൊട്ടും അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യണതാ. അപ്പൊ ഞാൻ ഇതൊക്കെ ശീലിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ ചട്ടികളെല്ലാം കഴുകിയെടുത്തു. പിന്നെ ഇപ്പൊ പോണത് മോട്ടർ ഓൺ ആക്കാനായിട്ടാണ്. ഈ കാണുന്ന ഓടിട്ട വീടില്ലേ, അതിന്റെ പുറകിലായിട്ടാണ് മോട്ടറിന്റെ സ്വിച്ച് ഉള്ളത്. അപ്പൊ ഞാൻ അത് ഓൺ ആക്കിയിട്ട് വരികയാണ്. പിന്നെ ഈ ഫ്രണ്ടിലുള്ള കുടവും ബക്കറ്റും പശുവിനുള്ള കാടിവെള്ളം ആക്കി വെച്ചിരിക്കുകയാണ്. മോട്ടർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഡയറക്റ്റ് ടാങ്കിലോട്ട് കയറും. പക്ഷെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ കുടത്തിലും ബക്കറ്റിലും ചട്ടിയിലൊക്കെ ആക്കി വെക്കുകയെ ചെയ്യാറ്. മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ടാങ്കിലോട്ടും ഇന്നൊരു കണക്ഷൻ ഈ പൈപ്പിലോട്ടുമാണ് വരിക. അപ്പൊ നമ്മൾ കുടിക്കാനും ചോറ് വെക്കാനും കറി വെക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഇങ്ങനെ പാത്രങ്ങളിൽ പിടിച്ചു വെക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കട്ടനിട്ടു. പിന്നെ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഇവിടെ ഷുഗറാണ്. അപ്പൊ ഒന്നില് പഞ്ചസാര ഇട്ടിട്ടും ഒന്നില് പഞ്ചസാര ഇടാനും ഞാൻ മാറ്റി വെച്ച്. പിന്നെ പഞ്ചസാര ഇട്ട കട്ടനായിട്ടാണ് അവൻ കട്ടനാണ് കുടിക്കാറ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങൾക്കുള്ള പാലൊഴിച്ച് ചായ വെക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പാല് മേടിക്കാറ്. അപ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ ടാങ്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യാറുള്ളത് ചെമ്പാല ടീ ഫാക്ടറിയത്തെ ചായപ്പൊടിയാണ്. ചേച്ചിന്റെ മാരേജ് കഴിഞ്ഞിരിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 7-8 വർഷമായിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും ചായപ്പൊടി മേടിച്ചിട്ടില്ല. ചെറുതായിട്ടൊരു ഭക്തി ഗാനൊക്കെ ആവാലേ. ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടിയത് ഞാൻ കേൾക്കണത്. അപ്പൊ ശരി, എന്തായാലും കട്ട് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്യാൻ തന്നെ ഞാൻ കരുതി. പിന്നെ ചായന്റെ ഒപ്പം ഞാൻ അവിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും പിന്നെ തിളപ്പിച്ചുട്ടാൻ വെച്ച ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വെച്ച ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിനെയാണ് ഞങ്ങൾ തിളപ്പിച്ചുറ്റാന്ന് പറയുന്നത്. ഓരോടത്ത് ഇതിനൊക്കെ ഓരോന്നല്ലേ പറയാ. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഇതിനെ ചൊല്ലി ഒരു ഡൗട്ട് ഇനി ആർക്കും വേണ്ട. പിന്നെ കൈയോടെ അതങ്ങ് ഊറ്റി വെച്ചിട്ട് അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് കയറ്റി. ഇനി നമുക്ക് പുറത്തു പോയിരുന്ന് ചായ കുടിക്കാം അല്ലേ. അപ്പൊ ഈ ഈവനിങ് മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും.